ബ്ലസ്സി ചിത്രമായ ആടുജീവിതം ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഭവ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, പ്രാഥമിക റൗണ്ടിലേക്ക് വരിക എന്നുള്ളത് വലിയ നേട്ടമാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാനുള്ള നിമിഷങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായി 16 വർഷങ്ങൾ ഒരു ഇന്ത്യൻ സംവിധായകൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര വർഷം കാത്തിരിക്കുന്നത്. ആ ഒരു പൂർത്തീകരണമായിരുന്നു ബ്ലസ്സി എന്ന സംവിധായകൻ ആടുജീവിതം എന്ന സിനിമയിലൂടെ കൂടി പൂർത്തീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഇതാ ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത പുറത്തു വരികയാണ്. ബ്ലസ്സി ചിത്രം ആടുജീവിതം അത് 97ാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് ഇപ്പോൾ ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി തന്നെയാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. ഇനിയാണ് വോട്ടെടുപ്പിലൂടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കപ്പെടാറുള്ളത്. മികച്ച ചിത്രമെന്ന ജനറൽ കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ പ്രാഥമിക റൗണ്ടിൽ ആടുജീവിതം കടന്നിട്ടുള്ളത്. 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും 2-ാം റൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടാവുക. എന്തായാലും 2-ാം റൗണ്ടിലേക്കും നമ്മുടെ ആടുജീവിതം കടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളത്. ഇതിനു മുൻപ് നമുക്കറിയാം 2018 എന്ന മലയാള സിനിമയടക്കം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പ്രാഥമിക റൗണ്ടിലേക്ക് കടന്നിരുന്നു. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ 2018 എന്ന സിനിമയ്ക്കായില്ല. എന്നാൽ മലയാള സിനിമയിൽ അത്രമാത്രം പുരസ്കാരങ്ങൾ, 7ഓളം പുരസ്കാരങ്ങളാണ് ആടുജീവിതം എന്ന സിനിമ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ ഓസ്കാറിലേക്ക് പ്രാഥമിക ഘട്ടത്തിലേക്ക് 2-ാം ഘട്ടത്തിലേക്ക് ആടുജീവിതത്തിന് കടക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും ഓസ്കറിനായുള്ള നടപടിക്രമങ്ങൾ നേരത്തെ ചിത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നാൽ ഇപ്പോൾ ഇതാ ആടുജീവിതത്തിന്റെ കുറേയധികം ഓസ്കാർ ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും 97ാം ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്.